വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യാത്ഭുതം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തലശ്ശേരി അതിരൂപതയിലെ കരയത്തിൻചാൽ ഇടവകയിലെ സെയിന്റ് മർത്താസ് കോൺവെന്റിലെ സന്യാസിനിമാരെ മറക്കാനാകില്ല. കാരണം വിളക്കന്നൂരിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി നിർമ്മിച്ചത് അന്നത്തെ ഈ മഠത്തിലെ കന്യാസ്ത്രീമാരാണ്. നിലവിൽ ഇടുക്കിയിലെ ശാന്തിഗ്രാമിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ലാൻസിയാണ് അന്ന് ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി നിർമ്മിച്ചത്. തങ്ങൾക്ക് ലഭിച്ച ആ വലിയ സൗഭാഗ്യത്തെപ്പറ്റി മദർ മേബിളും സിസ്റ്റർ ലൂസിയും മനസ്സ് തുറക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ മേബിൾ. ഞാൻ കരയത്തിൻചാൽ സെൻറ്റ് മർത്താസ് കോൺവെൻറ്റിലെ മദറാണ്. 1999 ഞങ്ങളിവിടെ ഓസ്തി അടിയിക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ വിവിധ ഇടവകകളിൽ വിളക്കന്നൂർ, ചേപ്പറമ്പ്, പൂപ്പറമ്പ്, മണ്ഡലം, നെല്ലിക്കുറ്റി അങ്ങനെ തുടങ്ങിയ എല്ലാ ഇടവകളിലും ഓസ്തി കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളാണ്. വിളക്കന്നൂർ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ഓസ്തി ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അത് ദൈവകൃപയാലാകുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജോസി. ഞാൻ കരയത്തിൻചാൽ ഭവനത്തിലെ ഒരംഗമാണ്. സഭ ഇതൊരു ഭയങ്കര അത്ഭുതമായി പ്രഖ്യാപിച്ച സമയത്ത് വളരെയധികം സന്തോഷമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. കാരണം ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ സിസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ഓസ്തി തന്നെയാണല്ലോ ദിവ്യകാരുണ്യമായി മാറിയത് എന്നോർത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ഈ ദിവ്യകാരുണ്യ അത്ഭുതം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമേ എന്ന് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവ്യകാരുണ്യത്തിൻ്റെ പിക്ചർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചാപ്പലിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ അത്ഭുതം സഭ അംഗീകരിക്കുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്ന സമയത്ത് ഞാൻ ഈ കോൺവെൻറ്റിലില്ലായിരുന്നു. പക്ഷേ ഈ അത്ഭുതം നടന്ന സമയത്ത് ഇവിടുത്തെ മദർ വിളിച്ചു പറഞ്ഞായിരുന്നു, നമ്മളുണ്ടാക്കിയ ഓസ്തിയിലാണ് ദിവ്യകാരുണ്യ ഈശോയുടെ മുഖം പതിഞ്ഞത് എന്ന്. വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരുന്ന ഈശോയെ കുറേ കൂടി വ്യക്തമായിട്ട് തിരുവോസ്തിയിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ തിരുവോസ്തി വെച്ച് പ്രാർത്ഥിച്ചവർക്കെല്ലാം ഒരുപാട് സൗഖ്യങ്ങൾ ലഭിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും ഉറപ്പുണ്ടായിരുന്നു ഈ തിരുവോസ്തിയിൽ തെളിഞ്ഞത് ദിവ്യകാരുണ്യ ഈശോയുടെ മുഖം തന്നെയാണെന്ന്. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ഓസ്തി നിർമ്മിക്കുന്നത് തലേ ദിവസം ഗോതമ്പ് കഴുകി വാരി വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം അതിനെ അരച്ചെടുത്ത് അതിൻ്റെ നീരെടുത്താണ് ഞങ്ങളിവിടെ ഓസ്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിലാണ് ഞങ്ങൾ ഓസ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഓസ്തി നിർമ്മിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസമാണ്. ഓസ്തി നിർമ്മിക്കുന്നതിന് മുമ്പ് 5 വിശ്വാസ പ്രമാണവും 2 എത്രയും ദൈവമാതാവി പിന്നെ സ്വതീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഓസ്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവൻ സമർത്ഥമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു, സ്വയമേ ശൂന്യമാകുന്നു. ഓസ്തിയിൽ IHS എന്നത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. അത് ഗ്രീക്കിൽ ഈശോ എന്നാണ് IHS എന്നതിൻ്റെ ചുരുക്കപ്പേര്. ഇപ്പോഴാണ് ഇത് ഓസ്തി വിശുദ്ധ കുർബാനയിൽ പരികർമ്മം ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഈശോയുടെ തിരുശരീരമായി മാറുന്നത്. അത്രയേറെ പവിത്രതയോടെയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. ഒരു ഓസ്തിയുടെ പരമാവധി കാലാവധി 1 മാസമാണ്. അതിനുശേഷം അത് തണുത്തു പോവുകയോ പൂത്തു പോവുകയോ ചെയ്യാം. 12 വർഷമായിട്ട് ഒരു മാറ്റവുമില്ലാതെ ഈ തിരുവോസ്തി ഇങ്ങനെ കാണപ്പെടുന്നു എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. 3 തരത്തിലുള്ള ഓസ്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ആരാധനയ്ക്കായിട്ട്, 2 വൈദികൻ ഉയർത്തുന്നത്, 3 ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ളത്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ മാറി നിൽക്കുന്ന എല്ലാ മക്കൾക്കും ഒരു അടയാളമാണ് ഈശോയുടെ ഈ തിരുവോസ്തിയിൽ ദർശിതമായിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.